ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഓറഞ്ച് കേക്കാണ് നമ്മൾ ഇന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. സീസൺ ആണല്ലോ ഇത്, അതുപോലെ തന്നെ ക്രിസ്മസും വരാനായി. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാം. ഈ കേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്, തിന്നാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ബീറ്ററിൻ്റെയും ഓവൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഇതിനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ടെടുത്ത് നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. അരച്ചിട്ടെടുത്ത് ഈ മൈദ മിക്സിയിൽ ഇനി നല്ല പോലെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ഈ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ടൊരു വലിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനൊരു സ്റ്റാൻഡ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സൈസിലുള്ള ഒരു ഓറഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഭാഗം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ടില്ലേ, പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയും ആവശ്യമുണ്ട്, അതിൻ്റെ ജ്യൂസും ആവശ്യമുണ്ട്. തൊലി കുറേയൊന്നും വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് പാർട്ട് വരാണ്ട് ശ്രദ്ധിക്കണം. വൈറ്റ് പാർട്ട് ഇതിലേക്ക് വന്നെങ്കിൽ നമ്മളെ കേക്ക് നല്ലോണം കയ്പ്പ് രസം വരും. അപ്പോൾ പുറത്തുള്ള ഓറഞ്ച് പാർട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇനി ഈ ഓറഞ്ചിലെ നമുക്ക് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റാം. എന്നിട്ടായിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ തന്നെ ഞൗണ്ടിയിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് എടുക്കാം. നല്ല പോലെ കൈ കൊണ്ട് ഞൗണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലുള്ള ജ്യൂസൊക്കെ പുറത്ത് വരും. എന്നിട്ടായിട്ട് നമുക്കൊരു അരപ്പ ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഒരു കേക്കിന് നമുക്കൊരു 1/2 കപ്പ് ജ്യൂസ് മതിയാവും. 1/2 കപ്പ് ഫുള്ള് വേണ്ട, എന്നാലും ഒരു 1/2 കപ്പ് ജ്യൂസ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഈ ബാറ്റർ റെഡിയാക്കുന്നത് ബീറ്ററിലൊന്നല്ല, ഞാനൊരു മിക്സിയുടെ ജാറിലാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 3 മുട്ട ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പിട്ടിട്ടെടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കിയ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ടായിട്ട് ഈ ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു കാണാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കളറ് എല്ലാ സൈഡിലേക്കും ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണ്ട. ഈ നമ്മൾ റെഡിയാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരു 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ നല്ല പോലെ മിക്സായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ചിട്ടിരിക്കുന്ന ആ ഓറഞ്ച് പീലില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഈ ബാറ്റർ ഒരു പാനിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ പാന്
ബട്ടർ പേപ്പർ ഇട്ട് വെച്ചെടുത്ത് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടായിട്ട് ബട്ടർ പേപ്പർ ചെയ്തിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഈ ഒരു പാനിലേക്ക് നമ്മളെ കേക്ക് ടീന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ കേക്ക് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് കുറച്ച് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ടും സ്പഞ്ചായിട്ടും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനായിട്ടും ടേസ്റ്റ് പിറ്റേന്ന് 1-2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ പീലിട്ടതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ കേക്കിൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കേക്കിന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.